നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവദമ്പതികളായ രാജേഷും അമൃതകൃഷ്ണയും 23ഉം 18 വയസ്സും മാത്രം പ്രായമുള്ള നവദമ്പതിമാർ. ഇവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. നിസ്സാരമായ തർക്കങ്ങളെ തുടർന്നാണ് ഇവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. നിലമ്പൂർ മണലോടി കറുത്തോടി നടരാജന്റെയും സത്യഭാമയുടെയും മകനാണ് രാജേഷ്. എരുമമുണ്ട കാനക്കുത്ത് എലിപ്പാറ ബാലകൃഷ്ണന്റെയും തുളസിയുടെയും മകളാണ് അമൃത. 3 മാസം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം. 2022 രാജേഷും അമൃതയും അടുപ്പത്തിലായത്. അമൃതയുടെ വീട്ടുകാർ നൽകിയ പരാതിയിൽ പോത്തുകൽ പോലീസ് പോക്സോ കേസെടുത്ത് രാജേഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് രാജേഷ് ജയിലിലായി. അമൃതയ്ക്ക് പ്രായപൂർത്തിയായ ശേഷം 3 മാസം മുൻപാണ് ഇവരുടെ വിവാഹം നടത്തിയത്. ഈ പന്തൽ നിർമ്മാണ തൊഴിലാളിയായ രാജേഷ് ഇന്നലെ ജോലിക്ക് പോയിരുന്നില്ല. രാജേഷിന്റെ മൃതദേഹം വീടിന്റെ സ്വീകരണ മുറിയിൽ സോഫയിലാണ് കിടന്നിരുന്നത്. അമൃത തൊട്ടടുത്ത മുറിയിൽ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങിയ നിലയിലായിരുന്നു കാണപ്പെട്ടിരുന്നത്. ഇരുവരും ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് സ്ഥലം സന്ദർശിച്ച ഡിവൈഎസ്പി സാജു കെ എബ്രഹാമും പറഞ്ഞു. പോലീസ് പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം രാജേഷ് തൂങ്ങി മരിച്ചു. വീടിന് പുറത്ത് ജോലിയിലായിരുന്ന അമൃത അകത്തു ചെന്നപ്പോൾ രാജേഷിനെ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തി. ഉടനെ കയറ് അറുത്ത് രാജേഷ് താഴെ വീണു. രാജേഷ് മരിച്ചെന്ന് മനസ്സിലായ അമൃത മുറിയിൽ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി മരിച്ചു. ശബ്ദം കേട്ട് വീട്ടിൽ വന്ന രാജേഷിന്റെ അമ്മ സത്യഭാമ മകൻ നിലത്ത് കിടക്കുന്നത് കണ്ടു. അമൃത കയറിൽ തൂങ്ങി നിൽക്കുന്നതും കണ്ടു. സത്യഭാമ രാജേഷിനെ വലിച്ചിഴച്ച് സോഫയിൽ കൊണ്ട് കിടത്തി. അയൽവീട്ടിലെത്തി വിവരം പറഞ്ഞു. അയൽവാസികളെത്തി കയറ് അറുത്ത് അമൃതയെ താഴെ കിടത്തി. അടുത്ത വീട്ടിലെ ഡോക്ടർ പ്രാഥമിക ചികിത്സ നൽകി ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരിച്ചു. മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പക്ഷെ എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്ന് വ്യക്തമല്ല. എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും മരിച്ചത്? പക്ഷെ നിസ്സാര തർക്കങ്ങളാണ് ഇതിനെല്ലാം പിന്നിലെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഈ 18 വയസ്സുകാരി ഈ ഭർത്താവിനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്തോ നടക്കമുള്ള സംശയവും ഉയരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരും. പക്ഷേ അപ്പോഴും ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വിവാഹം കഴിച്ച് അധിക നാളൊന്നും ആകാതെ എന്തിനാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തതെന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. 1-2 കേസുകളല്ല നമ്മുടെ നാട്ടിലുള്ളത്. ഇതിനേക്കാൾ മുമ്പ് പല തരത്തിലുമുള്ള കേസുകൾ വന്നിട്ടുണ്ട്. പോക്സോ കേസിന് വിധേയമാവുകയും ജയിലിൽ പോവുകയും ചെയ്തു. എന്നിട്ട് അതേ പെൺകുട്ടി തന്നെ വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്തു. സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുതലായി വഷളായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കൃത്യമായ കൗൺസിലിംഗ് ഒക്കെ തന്നെ നടത്തിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് ബോധ്യമാകുന്ന സാഹചര്യത്തിൽ നമ്മുടെ സമൂഹം പോയിട്ടുണ്ട് എന്ന് വ്യക്തമാകുമ്പോൾ ആ കുടുംബത്തിലെ ആ അമ്മയ്ക്കും അച്ഛനും ഒക്കെ തീരാ നഷ്ടമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഇത്തരം സംഭവ വികാസങ്ങൾ നമ്മുടെ സമൂഹത്തിന് ആപത്തായി മാറിയിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്.